നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വികസനവും ക്ഷേമവും മുൻനിർത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയും നീക്കിവെച്ചു. ആശാവർക്കർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും ഓണറേറിയം 1000 രൂപ വീതം കൂട്ടി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തി. സംസ്ഥാന ബജറ്റിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി, കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടിയും അനുവദിച്ചു. വിശ്വാസ്യതയില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള സർക്കാരിന്റെ ബജറ്റിനെ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും VD സതീശൻ. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി സുധനാണ് മരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ വാഹനത്തിന് പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് പിഴ ചുമത്തിയത്. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും മണത്തല സിംഗർ ലൈൻ ഒലീത് നഗറിൽ നിന്ന് ആരംഭിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ജാറത്തിലെത്തിയിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. പവന്റെ വില 8,640 രൂപ കൂടി 1,31,160 രൂപയും ഗ്രാമിന്റെ വില 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയും എത്തി. സ്വർണ്ണവില പോലെ കുതിച്ചുയർന്ന സംസ്ഥാനത്തെ മുല്ലപ്പൂവിന്റെ വിലയും. ഒരു മുഴം പൂവിന് മൊത്ത വിപണിയിൽ 160 രൂപയും ചില്ലറ വിപണിയിൽ 210 രൂപയുമാണ് വില. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി കുത്തിപ്പൊളിച്ചിട്ട് തൃശൂർ മുക്കാട്ടുകര നാഗരങ്ങാടി റോഡിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ റോഡ് നന്നാക്കുമെന്ന് PWD അധികൃതർ. വിരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽസ് ലേ ഓഫ് അവസാനിപ്പിച്ച് ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് അറിയിച്ചു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തനുണർവിനായുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രമുഖ നാടക പ്രവർത്തകൻ രാജൻ കാഞ്ഞിരക്കോട് അന്തരിച്ചു. 73 വയസ്സുള്ള കയ്പമംഗലം ചളിങ്ങാട് പള്ളിനട സ്വദേശിയാണ്. K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. വീടിന്റെ താക്കോൽദാനം RSS ഉത്തര കേരള പ്രാന്തകാര്യ വിഭാഗ് PN ഈശ്വരൻ നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ ഹാളിൽ നേതൃസമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു നിർവഹിച്ചു. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമറയ്ക്കും ലെൻസുകൾക്കും തകരാറ് ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. സിനിമാ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയായ തൃശൂർ കോട്ടപ്പടി കണ്ടിക്കൽ വീട്ടിൽ ബൈജു ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. കുറുമാലിപ്പുഴയിലെ അശാസ്ത്രീയമായ മൺചിറ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വരന്തരപ്പള്ളി തോട്ടുമുഖത്ത് നിർമ്മിക്കുന്ന ചിറ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയരുന്നത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. തിരുനാൾ ദിനമായ ഫെബ്രുവരി 1 രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഇലോയ് ചിറമൽ കാർമ്മികനാകും. നാട്ടിക ഇയാനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും വാർഷിക മഹോത്സവവും ആഘോഷിച്ചു. കാഴ്ച ശീവേലിയിൽ കൊമ്പൻ ഗുരുവായൂർ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കുന്നംകുളത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവ് C. ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിയന്റെ 34ാമത് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ തിരുനാൾ ഈ മാസം 30, 31 ഫെബ്രുവരി 1 തീയതികളിൽ ആഘോഷിക്കും. 31-ന് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഗുരുവായൂർ ക്ഷേത്ര ധ്വജസ്തംഭ ദിനാചരണത്തിന്റെ ഭാഗമായി പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ സെമിനാർ സംഘടിപ്പിച്ചു. അതിരുദ്ര യജ്ഞാചാര്യൻ കിഴിയേടം രാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷീരസാഗര പദ്ധതിയുടെ ഭാഗമായി കറവ പശുക്കൾക്കുള്ള ധാതുലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പോട്ട മോസ്കോ മാളിയെങ്കിൽ സെബാസ്റ്റ്യന്റെ മകൻ 38 വയസ്സുള്ള സിൻഡോ ആണ് മരിച്ചത്. കൊടകര മനക്കുളങ്ങര ആലത്തൂർ നെടിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് അഴകത്ത് വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ഫ്ലവർ ഷോയോടനുബന്ധിച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിനുള്ള സമ്മാനദാനം ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് സെബി ഇരമ്പൻ നിർവഹിച്ചു. തൃശൂർ ശക്തൻ ഗ്രൌണ്ടിൽ നടക്കുന്ന ഫ്ലവർ ഷോ ഞായറാഴ്ച സമാപിക്കും. കൊടുങ്ങല്ലൂർ മേത്തലയിൽ മയിലിന്റെ ജഡം കണ്ടെത്തി. മേത്തല വയലമ്പത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ പെൺമയിലിനെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ബഡ്ജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തിയതായി CC മുകുന്ദൻ MLA. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 2ാം ഘട്ട നിർമ്മാണത്തിനും തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയം 2ാം ഘട്ട നിർമ്മാണത്തിനും 5 കോടി വീതം വകയിരുത്തി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ മൃദംഗത്തിനും ഗാനമേളയിലും എ ഗ്രേഡ് നേടിയ പെരിങ്ങോട്ടുകര സ്വദേശി ദേവർഷിന് അനുമോദനമായി താന്യം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ഡ്യൂട്ടിയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി വിനോദയാത്ര നടത്തി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മൂന്നാർ, മാങ്കുളം എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിരവധി പ്രവൃത്തികൾക്ക് തുക വകയിരുത്തി. ഗുരുവായൂർ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 2 കോടി, മുനക്കിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി, കോട്ടക്കടപ്പുറം സ്കൂൾ മിനി സ്റ്റേഡിയത്തിന് 1 കോടി രൂപയും വകയിരുത്തി. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മപരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു കൊടിയേറ്റ് നിർവഹിച്ചു. ഫെബ്രുവരി 4-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. പാവറട്ടി ഗ്രാമീണ ചലച്ചിത്രോത്സവം വിളംബരത്തിന്റെ ഭാഗമായി ഹെറിറ്റേജ് ടൂറിംഗ് പാക്കേജ് ആരംഭിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 305 കോടി രൂപയുടെ പദ്ധതികൾ. കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് 6 കോടി രൂപ കൂടി വകയിരുത്തി. തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് പാവറട്ടി പോലീസ് സബ് ഇൻസ്പെക്ടറും പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യനുമായ TC അനുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻ KM ഹരി, ഇന്റർനാഷണൽ ചാമ്പ്യനും ദേശീയ റഫറിയുമായ CS സൗമ്യ, ഇന്റർനാഷണൽ ചീഫ് റഫറി MD റാഫേൽ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കുന്നതിനുള്ള മുറവിളി ഉയരുമ്പോഴാണ് വീണ്ടും റോഡുകൾ കുത്തിപ്പൊളിച്ചത്. സ്റ്റാർസ് കുട്ടനല്ലൂർ ഫാമിലി മീറ്റും ന്യൂ ഇയർ ആഘോഷവും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷാജൻ മാത്യു അധ്യക്ഷത വഹിച്ചു. തൃശൂർ റിംഗ് റോഡിൽ ഗോൾഡൻ മാർക്കറ്റിന് പിൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ പുല്ലിന് തീപിടിച്ചു. സമീപത്ത് നിരവധി വീടുകളും കടകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.